ഹലോ അസ്സാം വലൈക്കും. അബുദാബിയിൽ നിന്ന് ജാസ്മിയാണ്. ഇന്ന് ജോബ് വേക്കൻസീസ് അല്ല കേട്ടോ, വിമൻസ് ഡേ അല്ലേ. അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. എല്ലാവരുടെ മുന്നിലും ആരെങ്കിലുമൊക്കെ കാണും. ഒരു റോൾ മോഡലായിട്ട് പറയാനുള്ള ഒരു ലേഡീസ് എന്തായാലും എല്ലാവരും കാണും. എനിക്കൊരാളല്ല, എനിക്ക് രണ്ടുപേരുണ്ട്. ഫസ്റ്റ് എൻ്റെ ഉമ്മിച്ചയാണ്. കാരണം ഞാൻ എൻ്റെ ഉമ്മിച്ചയെ കണ്ടാണ് വളർന്നത്. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, സാമ്പത്തിക അച്ചടക്കമായിരുന്നു. എനിക്ക് അത് പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു എൻ്റെ ഉമ്മച്ച. കാരണം എൻ്റെ വാപ്പച്ച പട്ടാളക്കാരനായിരുന്നു, അത് കഴിഞ്ഞ് ഗൾഫിലായിരുന്നു. ആ ടൈമിലെല്ലാം സാമ്പത്തികം കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ഒരു കഴിവ് ഭയങ്കര അസാധ്യമായ രീതിയിലാണ്. ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങൾ 3 പേർക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റിയതെല്ലാം എൻ്റെ വാപ്പച്ചേക്കണ എൻ്റെ ഉമ്മച്ച തന്നെയാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ കുറേ ട്രാജഡി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് മെൻ്റലി ഫിസിക്കലി എൻ്റെ ഉമ്മച്ച വീക്കായിട്ടുള്ളത്. ഇപ്പം അങ്ങനത്തെ കുറച്ചൊരു വീക്കാണ്, കാരണം എന്നെ ആലോചിച്ചിട്ടുള്ളതാണ്. രണ്ടാമത് പിന്നുള്ളത് എൻ്റെ മോളാണ്. പുള്ളിക്കാരി എൻ്റെ മോളാണോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ മോളല്ല, ചില സമയങ്ങളിൽ കൂട്ടുകാരിയാണോ എന്ന് വെച്ചല്ല, ചില സമയങ്ങളിൽ ഭയങ്കര ശത്രുവാണ്. പുള്ളിക്കാരത്തി മെൻ്റലി ആയാലും ഭയങ്കര സ്ട്രോങ് ആണ്. അവളുടെ മാത്രം കഴിവുകൊണ്ട് മുകളിൽ ഇരിക്കുന്ന ആളിൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് ഇന്ന് പുറത്തൊരിടത്ത് പോയി പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു കഴിവല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവളെക്കുറിച്ചാണെങ്കിൽ ഈ 2 പേര് ഇന്നത്തെ ദിവസം എന്ന് ഓർക്കണം, ഇന്നത്തെ ദിവസം എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന 2 വ്യക്തികൾ അവർ തന്നെയാണ്. എൻ്റെ മോളാണെങ്കിൽ പോലും എനിക്ക് ആ മോളെ ഇത് കണ്ടുപിടിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവളാണ് പറഞ്ഞു തരാറുള്ളത്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓരോരുത്തരോടൊക്കെ വരും. ദേഷ്യം വന്ന് ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളതല്ല, വരുന്ന സമയത്ത് പുള്ളിക്കാരത്തെയാണ് അതിൻ്റെ വേറൊരു വശം പറഞ്ഞു തരും. അതങ്ങനല്ല, അതിങ്ങനല്ലേ, ഞാൻ ഓക്കെ ശരിയാണ്. അപ്പോഴത്തെ നമ്മുടെ മൈൻഡ് കറക്റ്റാകും. അതുകൊണ്ട് എനിക്ക് അവളോട് ഭയങ്കര സ്നേഹത്തെക്കാളും ഉപരി റെസ്പെക്റ്റാണുള്ളത്. എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഒരു ജോബ് വേക്കൻസീസിന് വേണ്ടി ഒരു 60% വരുന്നത് ലേഡീസാണ് അയക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. കാരണം നമ്മൾക്കൊരു ജോലി ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുക, നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഉറപ്പായിട്ടും നമ്മൾക്കത് കിട്ടും, ഒരു സംശയവും വേണ്ട. ഓക്കെ, നമ്മൾക്ക് സെറ്റാവാൻ പറ്റും. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കോൺഫിഡൻ്റാണ്. നമ്മൾ കോൺഫിഡൻറ്റോടുകൂടി ഇറങ്ങിയാൽ സെറ്റാവും. നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ ഇവിടെ വന്ന് ജോലി നോക്കുക. ചിലപ്പോൾ 1-2 വിസിറ്റ് എടുക്കേണ്ടി വരും. എന്നാലും നിങ്ങൾ ടെൻഷനാകരുത്. 2-3 വിസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലി ശരിയാവും. കാരണം ഞാൻ പലരോടും അത് പറയുന്നത്, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, കേൾവിയല്ല പറയുന്നത്. പല പ്രാവശ്യവും ജോലിയാവാതെ നിന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് തിരിച്ച് ചെല്ലുമെന്ന്. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ പിടിച്ച് നിന്ന് അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് ജോലി നോക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ കോൺഫിഡൻ്റായിട്ട് ഇരിക്കാവോ. കോൺഫിഡൻ്റായിട്ട് UAE ജോലി നോക്കുന്നവർ കയറുക, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.